ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കറിയാം, നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ യാത്രാ സൗകര്യം വേണം. 10 മണിക്കൂറും 15 മണിക്കൂറും എല്ലാം റോഡിൽ കിടക്കാൻ ഇന്നത്തെ പുതിയ തലമുറയ്ക്കാവില്ല. അതിവേഗതയിൽ സഞ്ചരിക്കണം. അതുകൊണ്ട് ഒരു റോഡ് മാത്രമല്ല, മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഒരു മലയോര ഹൈവേ, തീരദേശ മേഖലയിലൂടെ ഒരു തീരദേശ ഹൈവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാഥാർത്ഥ്യമാക്കിയില്ലേ? എന്നാൽ കോൺഗ്രസിന്റെയും UDF-ന്റെ നിലപാട് ഈ നാഷണൽ ഹൈവേ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി BJP-യുമായി ഒരുമിച്ച് ചേർന്ന് സമരം നടത്തിയവരല്ലേ കോൺഗ്രസുകാർ? കോൺഗ്രസ് നേതാവ് VM സുധീരനല്ലേ വയൽക്കിളികൾക്കൊപ്പം കണ്ണൂരിൽ സമരം നടത്താൻ പോയത്? BJP നേതാവ് സുരേഷ് ഗോപിയോടൊപ്പം കൈപിടിച്ച്, BJP നേതാവിനോടൊപ്പം കൃഷ്ണദാസിനോടൊപ്പം കൈപിടിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഈ നാഷണൽ ഹൈവേ 66 പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് K. കരുണാകരന്റെ പുത്രൻ K. മുരളീധരൻ പിന്നെ എന്തും പറയുന്ന ആളാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞു, ഉമ്മൻചാണ്ടി നിങ്ങളല്ലേ മദ്യമാഫിയുടെ രാജാവ്, നിങ്ങളല്ലേ കരിഞ്ചന്തക്കാരുടെയും കാട്ടുകള്ളക്കാരുടെയും നേതാവ് എന്ന് പ്രസംഗിച്ച ആളാണ് ശ്രീമാൻ മുരളീധരൻ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മരിച്ചു വീണാലും ഈ റോഡ് പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നേ പറഞ്ഞുള്ളൂ, ആര് മരിച്ചാലും വീണാലും കുഴപ്പമില്ല, നാഷണൽ ഹൈവേ 66 ഇവിടെ പണിതിരിക്കും എന്ന്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ കേരളം ഉപേക്ഷ പദ്ധതിയല്ലേ? 5 വർഷം കൊണ്ട് UDF-ന് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എത്രയാ? 47 കിലോമീറ്റർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് 2 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിച്ചത് 470 കിലോമീറ്റർ. അങ്ങനെ കേരളത്തിന്റെ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. റോഡുകൾ, പാലങ്ങൾ, 200-ലധികം റോഡുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 10 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. 150-ലധികം പാലങ്ങൾ ഈ 10 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു. അതിവേഗതയിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന് മാറ്റമുണ്ടാവുകയാണ്. ഒരു കാര്യം ഇതിനെ കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. 2019 ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ശ്രീ KM മാണി സാറിന്റെ ഭരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായി അന്നിവിടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരു 3 പഞ്ചായത്തിന്റെ ചുമതലയായി. വേലുകാവും അതുപോലെ 3 മലയോര പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പനായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ പൂർണ്ണമായും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം. എന്നാൽ ഇന്ന് ഹൃദയവേദനയോടുകൂടിയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. മാണി സാറ് നെഞ്ചിലേക്ക് കൊണ്ടു നടന്ന ഈ പാലാ നിയോജക മണ്ഡലം ഒരു നാഥനില്ലാതെ ഇന്ന് അനാഥമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും വികസന പ്രവർത്തനം ഉണ്ടോ ഇവിടെ? MLA നേതൃത്വം കൊടുക്കുന്ന? ഞങ്ങൾ കോട്ടയം ജില്ലയിലേക്ക് വന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ആ ചങ്ങനാശ്ശേരിയിലെ ജനപ്രതിനിധി ജോബ് മൈക്കിൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർ. ആ ജോബ് മൈക്കിൾ പറഞ്ഞു, ഞാൻ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് 1000 കോടിയുടെ വികസനമാണ്. 1000 കോടിയുടെ വികസനം. ഏറ്റുമാനൂര് വരുമ്പോൾ VN വാസവൻ, അവിടുത്തെ മന്ത്രി MLA, അദ്ദേഹം പറഞ്ഞു 4000 കോടിയുടെ വികസനമാണ് ഇവിടെ നടപ്പിലാക്കിയത്. പണ്ടൊക്കെ മാണി സാറ് പാലായിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പറയും, പാലായിനെ കണ്ടുപിടിക്കണം. അത്ര പേരുള്ള മഹാനഗരമാണ്
വികസന പ്രവർത്തനം എടുത്താലും KM മാണി സാറിന്റെ കയ്യൊപ്പുള്ള ഒരു നാട്, ആരുടെയും വിളിപ്പുറത്ത് ഒരു ജനപ്രതിനിധി MLA, അതാണ് പാല. ആ പാലയിലാണ് ഇന്ന് ഏതെങ്കിലും നേതൃത്വം എടുക്കാൻ ആളുണ്ടോ? നിയമസഭയിൽ പോയാൽ അവിടെ നോക്കിയാൽ പാലായിലെ പ്രതിനിധിയെ കാണാനുണ്ടോ? പാലായ്ക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് നേരത്തെ അസൂയ ഉണ്ടായിരുന്നു മാണി സാർ ഇങ്ങനെ പറയുമ്പോൾ. പാലായിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ മാണി സാറ് ബഡ്ജറ്റിലൊക്കെ പറയും, എടോ മീനച്ചിലെന്നാൽ അത് കേരളത്തിലല്ലേ, മണിമല എന്നാൽ അത് കേരളത്തിലല്ലേ, വേലികാവ് എന്നാൽ അത് കേരളത്തിലല്ലേ. ഇങ്ങനെ വാരിക്കോരി പാലയെ കൊടുക്കുമ്പോൾ മാണി സാറിന് എല്ലാത്തിനും ഒരു മറുപടി ഉണ്ട്. ആ മഹാനായ നേതാവിന്റെ പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരു മണ്ഡലം അത് അനാഥമാക്കിയിരിക്കുന്നു എന്നതാണ്.